നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്ക് പ്രീമിയം ബോണസ് പ്ലാൻസ് ആണ് ഓർ ഇൻസെൻറ്റീവ് സ്കീംസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മെത്തേഡ്സ് ഓഫ് റിമ്യൂണറേഷൻ ആണ്. രണ്ട് രീതിയിലാണ് റിമ്യൂണറേഷൻ അല്ലെങ്കിൽ വേജസ് പേ ചെയ്യുന്നത്. ഒന്ന് ടൈം റേറ്റ് സിസ്റ്റത്തിലും ഒന്ന് പീസ് റേറ്റ് സിസ്റ്റത്തിലും. ടൈം റേറ്റ് സിസ്റ്റത്തിൽ വേജസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് എത്ര ടൈമാണോ ഈ വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അതിനനുസരിച്ച് വേജസ് കൊടുക്കുന്നതിനാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് എത്ര ഔട്ട്പുട്ടാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിനനുസരിച്ച് വേജസ് കൊടുക്കുന്നതിനാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും ഒത്തിരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെയും പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാനാണ് പ്രീമിയം ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് ഓർ ഇൻസെൻറ്റീവ് സ്കീം. ഇപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള 3 സ്കീമാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹാൽസെ പ്രീമിയം പ്ലാന്, രണ്ടാമത്തെ റോവാൻ പ്രീമിയം പ്ലാന്, മൂന്നാമത്തെ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഹാൽസെ പ്രീമിയം പ്ലാൻ. This plan has been devised by F.A. Halse in 1891. Under the system, a standard time is fixed for a job. Workers are required to complete the task within the standard time. The worker is paid wages for the actual time taken. In addition, he is given bonus for the time saved. The amount of bonus is 50% of time saved. Halse plan is called 50-50 plan. ഇത് നമ്മൾ ഹാൽസെ പ്ലാൻ പ്രകാരം ഇവിടെ പറയുന്ന ഹാൽസെ പ്ലാൻ പറയുന്ന ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന F.A. ഹാൽസെയാണ്. അപ്പോൾ ഈ ഹാൽസെ പ്രീമിയം പ്ലാനിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ദെൻ വർക്കേഴ്സിനോട് ഈ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. ദെൻ വർക്കേഴ്സിന് വേജസ് കൊടുക്കുന്നത് അവരെത്ര വർക്കാണോ എത്ര മണിക്കൂറും കൊണ്ടാണോ അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ എത്ര ടൈമാണോ അവരെടുത്തത് അതിനനുസരിച്ചായിരിക്കും വേജസ് കൊടുക്കുന്നത്. ദെൻ അതുകൂടാതെ ഈ വർക്കേഴ്സിന് ബോണസ് കൊടുക്കുന്നു. ബോണസ് കൊടുക്കുന്നത് ഇവർ എത്ര ടൈമാണോ സേവ് ചെയ്തത് ആ സേവ് ചെയ്ത ടൈമിൽ ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന വേജസ് എത്രയാണോ ആ വേജസിൻ്റെ പകുതിയായിരിക്കും ഇവർക്ക് ബോണസായിട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 50% ഇവർക്ക് ബോണസായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 50-50% എന്ന് പറയുന്നത്, 50-50 പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഇവരെത്ര ടൈം സേവ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ടൈം സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഇവരോട് പറയുന്ന ടൈമിനുള്ളിൽ തന്നെ അതിന് മുന്നേ ഇവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എഫിഷ്യൻറ്റ് വർക്കേഴ്സിനായിരിക്കും ബോണസ് കിട്ടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്കേഴ്സിനോട് ഒരു 10 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. 10 മണിക്കൂറാണ് കൊടുക്കുന്നത്. 10 മണിക്കൂർ കൊണ്ട് ഏതെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പം വർക്കേഴ്സ് ഒരു 10 മണിക്കൂറിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദെൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് 10 മണിക്കൂറിനുള്ളിൽ എന്ന് വെച്ചാൽ 8 മണിക്കൂർ കൊണ്ട് 7 മണിക്കൂർ കൊണ്ട് 6 മണിക്കൂർ കൊണ്ട് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് വേജസ് എന്ന് പറയുന്നത് ഇവർ എത്ര മണിക്കൂറാണോ സ്പെൻഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള വേജസേ കിട്ടുകയുള്ളൂ. 6 മണിക്കൂർ വർക്ക് ചെയ്ത വ്യക്തിക്ക് 6 മണിക്കൂറിനുള്ള വേജസ്, 7 മണിക്കൂർ വർക്ക് ചെയ്ത വ്യക്തിക്ക് 7 മണിക്കൂറിൻ്റെ വേജസ് ആ രീതിയിലായിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ബോണസ് കിട്ടും. ബോണസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവർ എത്ര ടൈമാണോ സേവ് ചെയ്തത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി 8 മണിക്കൂർ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹം സേവ് ചെയ്ത ടൈം 2 മണിക്കൂറാണ്. അപ്പോൾ ഈ 2 മണിക്കൂറിൽ കിട്ടേണ്ടിയിരുന്ന വേജസ് എത്രയാണോ ആ വേജസിൻ്റെ പകുതിയും കൂടെ ഇദ്ദേഹത്തിന് ബോണസായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കായി ഡൗട്ട് ഉണ്ടാവും, ഇദ്ദേഹം 10 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ 10 മണിക്കൂറിൻ്റെ വേജസ് കിട്ടുമല്ലായിരുന്നു, 8 മണിക്കൂർ കൊണ്ട് നേരത്തെ കംപ്ലീറ്റ് ചെയ്താൽ 8 മണിക്കൂറിൻ്റെ വേജസ് അല്ലേ കിട്ടുകയുള്ളൂ, പിന്നെ അതിൻ്റെ 2 മണിക്കൂറിൻ്റെ പകുതിയും കൂടെ അല്ലേ ബോണസായിട്ട് കിട്ടുകയുള്ളൂ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ നോക്കേണ്ടത് 10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് 10 മണിക്കൂറും കൊണ്ടാണ് വേജസ് കിട്ടുന്നത്. 8 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 8 മണിക്കൂറും കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വേജസ് മേടിക്കാൻ വേണ്ടി സാധിക്കുന്നതെന്ന് വെച്ചാൽ അതിന് 1 അവറിൽ അദ്ദേഹത്തിന് കൂടുതൽ വേജസ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ 1 അവറിൽ അദ്ദേഹത്തിന് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ ഇതിനകത്ത് നമുക്ക് ഏണിങ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ടോട്ടൽ ഏണിങ്സ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ് ആണ് ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ. വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ T × R ആണ്.
ടി എന്ന് പറയുന്നത് ആക്ച്വൽ ടൈം ടേക്കൺ ആണ്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് വേജ് പേയ്മെൻ്റ് ആണ്. ബോണസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡ് ബൈ 2. എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈമാണ്. അപ്പം ഇതിനകത്ത് നമ്മളോട് ചിലപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യന്. ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ് ഈസ് 10 hours. ആക്ച്വൽ അവേഴ്സ് ടേക്കൺ ആർ 8. വേജ് റേറ്റ് പെർ അവർ ഈസ് ₹5. Calculate earnings and effective rate of earnings per hour under Halsey plan. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ പറയുന്നത് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ് ഈസ് 10 hours. സ്റ്റാൻഡേർഡ് ടൈമാണ്. സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ സൂചിപ്പിക്കുന്ന എസ് ആണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 10 hours. പിന്നെ പറയുന്നത് ആക്ച്വൽ അവേഴ്സ് ടേക്കൺ ആർ 8. ആക്ച്വൽ അവേഴ്സ് ഓർ ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ ടി എന്ന് പറഞ്ഞാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ടി എന്ന് പറയുന്നത് എത്ര ഇവിടെ 8. പിന്നെ പറയുന്നത് വേജ് റേറ്റ് പെർ അവർ ഈസ് ₹5. വേജ് റേറ്റ് പെർ അല്ലേ, വേജ് റേറ്റ് എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എത്രയാണ് 5 ആണ് പറയുന്നത്. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് കാൽക്കുലേറ്റ് ഏണിങ്സ് ആൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ അണ്ടർ ഹാൽസേ പ്ലാൻ. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യമേ ടോട്ടൽ ഏണിങ്സ് ആണ്. ടോട്ടൽ ഏണിങ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ടോട്ടൽ ഏണിങ്സ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ്. ദെൻ വേജസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. വേജസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ അല്ലേ. ടി ഇൻറ്റു ആർ ആണ് വേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. ടി ഇൻറ്റു ആർ. ടി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ടി നമ്മൾ എത്ര എഴുതിയ 8 ആണ്. ആർ എന്ന് പറയുന്നത് എത്രയാ 5 ആണ്. അപ്പം 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. ₹40 ആണ്. ഇനി ബോണസ് കണ്ടുപിടിക്കണം. ബോണസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ബോണസ് ഈസ് ഈക്വൽ ടു ബോണസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. ഇതാണ് ബോണസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. ഇനി ആർ എന്ന് പറയുന്നത് എത്രയാണ്? ആർ എന്ന് പറയുന്നത് 5 ആണ്. 5 ഇൻറ്റു എസ് മൈനസ് ടി. എസ് മൈനസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ 10, ടി എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 2. ഇത് എഴുതുമ്പം 5 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ₹5. ബോണസ് എന്ന് പറയുന്നത് ₹5 ആണ്. ഇത് നമ്മളിനി ടോട്ടൽ ഏണിങ്സ് കണ്ടുപിടിക്കും. ടോട്ടൽ ഏണിങ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഏണിങ്സ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ് ആണ്. വേജസ് പ്ലസ് ബോണസ് ആണ്. വേജസ് എന്ന് പറയുന്നത് ₹40 ആണ്. ബോണസ് എന്ന് പറയുന്നത് ₹5 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പം ₹45 വരും. ₹45. ഇത് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. നമ്മൾ നോക്കാം. ടോട്ടൽ ഏണിങ്സ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഏണിങ്സ് എത്രയാണ്? ടോട്ടൽ ഏണിങ്സ് 45 ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 8. ടൈം ടേക്കൺ 8. അപ്പം 45 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 5.625 എന്ന് പറയും അല്ലേ. ഇതാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് ശ്രദ്ധിക്കേണ്ട എഫക്റ്റീവ് 8 മണിക്കൂർ കൊണ്ടാണ് അല്ലേ. ഇത് 8 മണിക്കൂറാണ് ജോലി ചെയ്തത്. 10 മണിക്കൂറായിരുന്നു സ്റ്റാൻഡേർഡ് ടൈം കൊടുത്തിരുന്നത്. 8 മണിക്കൂറായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തത്. അപ്പം ഇദ്ദേഹത്തിന് 1 മണിക്കൂറിൽ കിട്ടിയത് 45 ഡിവൈഡ് ബൈ 8. 45ആണ് ഇദ്ദേഹത്തിന് ടോട്ടൽ ഏണിങ്സ് കിട്ടിയത്. അപ്പോൾ 45 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 5.62. ഇനി ഇയാൾ 10 മണിക്കൂറും വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തെന്ന് വിചാരിക്കുക. ഇയാൾ 10 മണിക്കൂറും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന വേജസ് എന്ന് പറഞ്ഞാൽ 10 × 5 ഒരു അവറിന് 5 രൂപ വെച്ചാണ് 50 രൂപയാണ് കിട്ടുന്നത് അല്ലേ. 50 രൂപ.
അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് 10 × 5 എന്ന് പറഞ്ഞാൽ 50 ആണ്. എന്നാൽ ഇദ്ദേഹം 10 മണിക്കൂർ കൊണ്ടാണ് 50 രൂപ കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് 1 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന എത്രയായിരിക്കും? 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് 1 മണിക്കൂർ അദ്ദേഹത്തിന് കിട്ടുന്നത് 50 / 10 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം 8 മണിക്കൂർ കൊണ്ട് ഇദ്ദേഹത്തിന് 45 രൂപ കിട്ടി. അപ്പം 1 മണിക്കൂറിൽ അദ്ദേഹത്തിന് കിട്ടിയത് 5.625 കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിന് 10 മണിക്കൂർ കൊണ്ടാണ് 50 രൂപ കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് 1 മണിക്കൂറിൽ 5 രൂപ കിട്ടുള്ളൂ. അപ്പം ഇവിടെയല്ല ഇയാൾക്കല്ല കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. കാരണം 1 മണിക്കൂറിൽ അദ്ദേഹത്തിന് 5 രൂപ 62 പൈസ 63 പൈസയോളം കിട്ടി. ഇവിടെ 1 മണിക്കൂറിന് അദ്ദേഹത്തിന് 5 രൂപ കിട്ടുന്നുള്ളൂ. അപ്പം എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് കൂടുതൽ കിട്ടുന്നു, ഇന്നെഫിഷ്യൻറ്റ് വർക്കേഴ്സിന് കുറവ് കിട്ടുന്നു. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇദ്ദേഹം 10 മണിക്കൂർ വർക്ക് ചെയ്താൽ പോലെ എന്തിനാണ് ഇദ്ദേഹം 8 മണിക്കൂർ കൊണ്ട് നേരത്തെ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നാ ബെനിഫിറ്റ് നമുക്ക് തോന്നും. അത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ട് ഇവിടം വരെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ.